ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ ചുമ്മാ വീഡിയോ ചെയ്യുന്ന സമയത്താണ് എനിക്ക് തോന്നി ഗൈസ്, നമ്മുടെ ഇവിടെ മൗണ്ടനിൽ ഒരാഴ്ച മുന്നേ ഒരു പ്ലെയിൻ ക്രാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം എനിക്ക് അന്ന് അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയില്ല ഗൈസ്. ഞാൻ അന്ന് നമ്മുടെ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. അപ്പം നമ്മളന്ന് ഡെസേർട്ടിലോ ട്രിപ്പിലായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് പോകാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു വെറൈറ്റി കാറാണ് ഗൈസ്. നിങ്ങൾ കണ്ടാണ് സൈഡിൽ ഗൈസ്, ഈ ഒരു കളറാണ് ഗൈസ് നമ്മൾ ഇന്ന് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഡോർ എങ്ങനെ അടയ്ക്കുന്ന ഗൈസ്, അതിനിവിടെ ഒരു സ്വിച്ച് കാണുമല്ലോ ഗൈസ്, അത് കാണുന്നില്ല ഗൈസ്. ഈ ഡോർ ഇപ്പം എങ്ങനെ അടയ്ക്കുന്നത്, അവിടെ ഒരു സ്വിച്ച് കാണുമായിരുന്നു. ഗൈസ് അത് ഓക്കെ. അത് ഷെൽട്ടർ കൊടുക്കുന്നത്, അല്ല ഡോർ അടയ്ക്കുന്നത്. കണ്ട ഗൈസ്, ഓക്കെ, ഡോർ അടച്ചിട്ടുണ്ട്. ഗൈസ്, ഈ ഒരു വണ്ടിയിലാണ് ഗൈസ് നമ്മളിന്ന് പോയിട്ട് പോകുന്നത് ഗൈസ്. ഞാൻ ഈ ഒരു വണ്ടി വെളിയിലോട്ട് ഇറക്കിയിട്ട് നിങ്ങൾക്ക് നേരെ ഒന്ന് കാണിച്ചു തരാം. അത് മാത്രമല്ല ഗൈസ്, ഈ ഒരു വണ്ടി നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു 3 മാസമായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളത് വിട്ടു പോകുന്നതാണ്. ഉടനെ വരും ഗൈസ്. ഇത് ഈ ഒരു വണ്ടിയാണ് നമ്മൾ എടുക്കുന്ന വീഡിയോ, റിവീലിംഗ് വീഡിയോ. ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. നമുക്ക് റോഡിലോട്ട് ഇറക്കിയിട്ടൊന്ന് കാണിച്ചു തരാം നമ്മുടെ വണ്ടി മൊത്തത്തിൽ. ഗൈസ്, വലിയ മോഡിഫിക്കേഷനോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഗൈസ്. നിങ്ങളൊരു കാര്യം മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളിപ്പം തന്നെ നമ്മളെ സബ്സ്ക്രൈബിലേക്കും ചെയ്യാം. ഓക്കെ, മാക്സിമം ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും നമ്മളെ സബ്സ്ക്രൈബിലേക്കും ചെയ്യാം. ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ ഫ്രണ്ടിൽ ഒരു പച്ച ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഗൈസ്, ബാക്കിൽ ഒരു ടയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയുള്ള ഗൈസ്, എല്ലാം വരുന്നില്ല ഗൈസ്. ഞാൻ വേണമെങ്കിൽ ബാക്ക് ഇരുന്ന് ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വരുന്നത്. ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്തെന്ന് പറയുന്നത്. എനിക്ക് ഇനി കുറേ ചേഞ്ചസ് ഈ ഒരു വണ്ടിക്കകത്ത് കൊണ്ടുവരണമെന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമ്മൾ നേരെ മൗണ്ടനിലോട്ടാണ് ഗൈസ് പോകുന്നത്. സോറി ഗൈസ്, നമ്മൾ ഈ നേരെ സിറ്റിയിലോട്ട്. ഓക്കെ, സിറ്റിയിൽ നിന്നാണ് നമ്മൾ മൗണ്ടനിലോട്ട് പോകുന്നത്. എങ്ങോട്ടായാലും മൗണ്ടനിൽ തന്നെയല്ലേ ഗൈസ് പോകുന്നത്. ഗൈസ്, ഇവിടുന്ന് എന്തായാലും നമുക്കിനി പോകാം. അപ്പം ഇവിടുന്ന് എന്തായാലും നമുക്കിനി പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ തന്നെ നിങ്ങളെ സബ്സ്ക്രൈബിലേക്കും ചെയ്യാം നമ്മളെ. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറത്തെ യാത്ര ഉണ്ട് ഗൈസ് നമുക്ക് ഇവിടുന്ന് സിറ്റി വണ്ണിന്ന് മൗണ്ടനിലോട്ട്. ഗൈസ്, നമ്മളങ്ങനെ ഓവർ സ്പീഡിലും കാര്യങ്ങളൊന്നും പോകുന്നില്ല ഗൈസ്. നമ്മൾ പതുക്കെ പോകുന്നുള്ളൂ. ഒരു പ്ലെയിൻ ക്രാഷ് ആയ സ്ഥലം ഗൈസ്. അന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അന്ന് എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ പോയിരുന്നു ഗൈസ്. അപ്പോൾ നല്ലൊരു ക്രാഷാണ് അവിടെ ഉള്ളതെന്നാണ് ഗൈസ് അവർ പറഞ്ഞത് ഗൈസ്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല, ഒരുത്തം വന്ന് നമ്മൾ ഇടിച്ച് ഗൈസ്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് ചെറിയൊരു ബഗ്ഗാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവിടെ റോഡ് വരും, അത് ചെറിയൊരു ബഗ്ഗാണ്. അതുകൊണ്ട് ഗൈസ് ഇപ്പോൾ റോഡ് വന്നില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാവർക്കും വരാറുള്ളതാണ് ഗൈസ് ആ ഒരു ബഗ്ഗ്. അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് ഫസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യണം. ഇനി നേരെ നമ്മൾ സിറ്റി വണ്ണിലോട്ടാണ് ഗൈസ്. പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കണം ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി എന്തായാലും നേരെ സിറ്റി വണ്ണിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സിറ്റി വണ്ണ് എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ സിറ്റി വണ്ണും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളെ വണ്ടി മുമ്പ് ഇടിച്ചായിരുന്നില്ല. അപ്പോൾ അത് ഒന്ന് സർവീസ് ചെയ്തിട്ട് പോകാനായിട്ടാണ് ഗൈസ് ഞാൻ നോക്കുക. വണ്ടി അങ്ങോട്ട് ഉള്ളിലോട്ട് കയറില്ല. പിന്നെ നമ്മൾ ഫുൾ ആക്സിലേറ്റർ അങ്ങോട്ട് കൊടുത്ത് വണ്ടി അങ്ങനെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇവിടെ വരാമെന്നെങ്കിൽ പെട്രോൾ അടിച്ചിട്ട് പോകാം. ഫുൾ ടാങ്ക് പെട്രോളോട് അടിച്ചിട്ട് പോയിക്കോളാം ഗൈസ്. അതുപോലെ വണ്ടിക്ക് എന്തോ ഒരു ചെറിയൊരു മിസ്സിങ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. എന്തോ കംപ്ലൈൻറ്റിൻ്റെ കൂട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഗൈസ്, നമ്മൾ 3 മാസമായി വണ്ടി എടുത്തിട്ട് അതിൽ 1 മാസം എങ്ങാണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ടില്ല. ഈ ഒരു വണ്ടി ഓടിയിട്ടില്ല. അത് മാത്രമല്ല ഈ ഒരു വണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഷാർട്ടാക്കി ഇടണം, ഇല്ലെങ്കിൽ ഈ ഒരു വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒക്കെ വരും. എൻ്റെ ഒരു കൂട്ടുകാർ ഈ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി വാങ്ങിക്കാനായിട്ടുള്ള കാരണം. നമ്മുടെ വണ്ടിക്കകത്ത് ഇപ്പോൾ ഫുൾ ടാങ്ക് ആയി ഗൈസ്. പെട്ടെന്നാണ് ഗൈസ് ഫുൾ ടാങ്ക് ആയത്, കാരണം അതിനകത്ത് ഇമ്മിണി പെട്രോൾ കിടപ്പുണ്ടായിരുന്നു. എന്തായാലും നമുക്കിനി നേരെ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാനായിട്ട് പോകാം. ഓക്കെ ഗൈസ്, ഞാൻ പോകേണ്ട ഉദ്ദേശം നമ്മുടെ ഡോണറ്റിലാണ് എന്തെങ്കിലും കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇവിടെ നേരെ ഡോണറ്റിലോട്ടാണ് പോകുന്നത്. വണ്ടിയൊക്കെ ഫസ്റ്റ് ഗിയർ. കാരണം എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് ഇപ്പം ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവിടുന്ന് ഒരു പെട്രോൾ പമ്പിൽ നിന്ന് എടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കവിടെ ചെറിയൊരു റേസ് കൊടുക്കേണ്ട വന്ന്, കാരണം ഗിയർ മാറേണ്ട പറ്റിയില്ല അവിടുന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിതാണ്ട് തൊട്ടപ്പുറത്താണ് കേസ് ഡോണറ്റ്. അപ്പോൾ കേസ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് കാണാം. ഓക്കെ, നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി അകത്ത് എത്തിയിട്ട് പോകും. അവിടെ ചെറിയ നടിത്തട്ടി തോന്നുന്നത് ശരി. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്ത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം.
കേസ് അങ്ങനെ നമ്മൾ ഫുഡും എല്ലാം കഴിച്ച് കുറേ മുന്നോട്ട് വന്നപ്പോഴാണ് കേസ് നമ്മൾ റെക്കോർഡിങ് എല്ലാം ശ്രദ്ധിച്ചത്. അതുമാത്രമല്ല നമ്മുടെ വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ചളിങ്ങിയായിരുന്നല്ലോ, അത് നമ്മൾ നേരെയാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല കേസ് നമ്മുടെ വീഡിയോ ഇനി തൊട്ട് എല്ലാ ദിവസവും വെളുപ്പിന് 6 മണിക്ക്, അതായത് 6 AM രാവിലെ എല്ലാ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ലോങ് വീഡിയോസ് എല്ലാം ഇനി രാവിലെ 6 മണിയാകുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കേസ് നേരത്തെ നമ്മൾ വൈകുന്നേരം 6 മണിക്കായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കേസ് ഇനി എന്തായാലും രാവിലെ 6 മണിയാകുമ്പോഴായിരിക്കും കേസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒരു ലോങ് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന വരിക്കാണ് കേസ് നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഗൈസ്, നമുക്ക് ഒരു മിസ്സിങ് പോലെ തോന്നിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ അവിടെ വന്നപ്പം എനിക്ക് നല്ലോണം തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ എന്തായാലും ഇനി എന്തെങ്കിലും നോക്കട്ടെ. അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് ഇതുപോലെ ഒരു മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് ഇപ്പം വണ്ടിയും കൊണ്ട് വരാനാണ് ഗൈസ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് തന്നെ വരും, എൻ്റെ ഒരു വേറൊരു വണ്ടി എടുത്തുകൊണ്ട് തന്നെ വരും അവൻ. അപ്പോൾ ഇനി എന്തായാലും അവൻ വന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ വണ്ടി, അവൻ കൊണ്ടുവന്ന വണ്ടിയാണ് കേസ് ഇത്. ഞാനപ്പോൾ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് വരാനാണ് കേസ് പറഞ്ഞത്. കാരണം നമ്മൾ ഓഫ് റോഡ് പോകാണെന്നല്ലോ, അപ്പോൾ ഈ ഒരു വണ്ടിയാണ് കേസ് നല്ലത്. അപ്പോൾ കേസ് ഈ ഒരു വണ്ടി നമ്മൾ പുതിയതായിട്ട് എടുത്തില്ല, നമ്മുടെ ഒരു കൂട്ടുകാരനാണ് കേസ്. അവൻ കൊടുക്കാൻ ഇട്ടിരുന്നൊരു വണ്ടിയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്തിട്ടില്ല കേസ്, ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടില്ല. അത് അവൻ കൊടുക്കാൻ ഇട്ടിരുന്നതാണ് കേസ്, ഇത്രയും നല്ലൊരു വണ്ടി. അപ്പോൾ ഇവിടെ വില കുറച്ച് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങ് വാങ്ങിച്ചാണ് കേസ് ഈ ഒരു വണ്ടി. ഓക്കെ, നല്ല വണ്ടിയാണ് കേസ്. ഓക്കെ, മറ്റേതിനെ കൊണ്ട് നല്ല കൺട്രോളിങ് ഉണ്ട് കേസ്, ഉണ്ട്. അത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് സ്റ്റിയറിംഗ് അറിയാതെ ഒന്ന് ഡ്രിഫ്റ്റാക്കാൻ നോക്കിയതാണ്. അപ്പം ഇനി എന്തായാലും നമ്മൾ നേരെ മൗണ്ടനിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. ഇനി എന്തായാലും ഇനിയിപ്പോൾ മൗണ്ടൻ എത്തിയതിന് ശേഷം കാണാം. അപ്പം എല്ലാവരും ഈ ഒരു പ്ലെയിൻ ക്രാഷ് നടന്ന സ്ഥലം പോയി കാണേണ്ടതാണ്. ഓക്കെ ഗൈസ്, എനിക്ക് അന്ന് തന്നെ പോയി കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല ഗൈസ് അന്ന് തന്നെ പോയി കാണാനായിട്ട്. അപ്പോൾ ഇവിടോട്ടൊക്കെ വരുന്നത് സൂക്ഷിച്ചില്ല, കാരണം ഈ ഒരു വളവിലൊക്കെ വണ്ടിയൊക്കെ ഇടിയായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൂടെ തന്നെ വണ്ടിയൊക്കെ ഇടിയായിട്ട് ജസ്റ്റ് മിസ്സേഴ്സ് നമ്മളിപ്പോൾ നേരെ പോയതിനെ ഇടിയായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം എല്ലാം നിങ്ങൾ കെയർഫുള്ളായിട്ട് ഈ ഒരു വരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ മൗണ്ട് എത്തിക്കണം. ഗൈസ് അങ്ങനെ നമ്മൾ മൗണ്ടനും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ പോകുന്ന വഴിയും കാര്യങ്ങളൊന്നും അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. എന്നിട്ട് ഗൈസ് ഇവിടുന്ന് പിന്നെ ലെഫ്റ്റ് ഉണ്ട് ഗൈസ്. ആ റൂട്ട് നേരെ പോകുന്നതായിട്ട് നമ്മുടെ പ്ലെയിൻ ക്രാഷ് നടന്ന സ്ഥലമെന്ന് വെച്ചത്. ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് ആ ഒരു സ്ഥലമെന്ന് പറയുന്നത്. ഇതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് ആ ഒരു സ്ഥലമെന്ന് പറയുന്നത്. നമ്മളെ പ്ലെയിൻ ക്രാഷ് നടന്ന സ്ഥലം ഇതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ പ്ലെയിൻ്റെ അടുത്തോട്ട് പോയ സമയത്താണ് ഗൈസ് നമുക്ക് ഏതൊരു സിറ്റി കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പ്ലെയിൻ്റെ അകത്തോടെ നിങ്ങൾ നോക്കിയ സമയത്ത് ഈ ഒരു പ്ലെയിൻ്റെ ഉള്ളിൽ കൂടെ ഏതൊരു സിറ്റി കാണുന്നുണ്ട്. ഈ സിറ്റി നിർത്തുക, അത് ഇനി ബഗ്ഗോൽ അടിച്ചാന്ന് പറയത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബിലേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അതല്ല ഇപ്പം തന്നെ വീഡിയോ കുറേ ലെങ്ത് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയാക്കി നിർത്തുന്നത് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ മാക്സിമം നമ്മുടെ സബ്സ്ക്രൈബിലേക്ക് ചെയ്യുക, നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഗൈസ്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ട് തന്നെ ഗൈസ് രാവിലെ എല്ലാ ദിവസവും 6 മണിക്കായിരിക്കും ഗൈസ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ, രാവിലെ 6 മണിക്കാണ് ഗൈസ് ഇനി തൊട്ട് എല്ലാ ദിവസവും. ഈ ഒരു വീഡിയോ പോലും ഇനിയിപ്പോൾ രാവിലെ 6 മണിക്കായിരിക്കും ഗൈസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഇനിയിപ്പോൾ നമ്മുടെ ലോങ് വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇടാനായിട്ട് വൈകിപ്പോയാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം കേസ് ഞാൻ അങ്ങനെ വൈകുന്നത്. കേസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പറഞ്ഞിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിരിക്കും. അപ്പോൾ എല്ലാവരും ഓർത്ത് വെച്ച് കാര്യം. അപ്പോൾ ഈ ഒരു ഇത്രയുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നത് ബൈ.